അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. സുഭാഷിതം. നീതിയും ന്യായവും ലഭിക്കാതെ പലപ്പോഴും പീഡ അനുഭവിക്കുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകാറുണ്ട്. അതുമാത്രമല്ല, പലരുടെയും നീതിയും ന്യായവും മറിച്ചു കളയുന്ന അവസ്ഥകളും നാം കാണാറുണ്ട്. അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് സഭാപ്രസംഗി 5:8 പറഞ്ഞിരിക്കുന്നത്, ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. If you see the oppression of the poor and violent perversion of justice and righteousness in a province, do not marvel at the matter, for high official watches over high official, and higher officials are over them. ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? പീഡ അനുഭവിക്കുന്ന ഒരു കൂട്ടം എപ്പോഴും എല്ലായിടത്തുമുണ്ട്. ആരാണ് അവരെ പീഡിപ്പിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അവരെക്കാൾ അധികാരവും ബലവും ഉള്ളവരാണ് പീഡിപ്പിക്കുന്നത്. അത് ഏതവസ്ഥയിലുമാകാം. ശാരീരികമായോ മാനസികമായോ ഭൗതികമായോ ഒക്കെ പീഡനം അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റും കാണുവാൻ കഴിയും. അവരോട് ഞാനീ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെയും നിങ്ങളെ പീഡിപ്പിക്കുന്നവരെയും ഒരുപോലെ കാണുന്ന അത്യുന്നതനായ ഒരു ദൈവം നമുക്ക് വേണ്ടി ജാഗരിക്കുന്നു. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദാവീദ് ജീവിതത്തിൽ പല പീഡകളും അനുഭവിച്ചു. അപ്പോഴൊക്കെ താൻ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. സങ്കീർത്തനക്കാരനൊരു വിശ്വാസമുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു. അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു. പ്രിയമുള്ളവരെ, ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ പീഡ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നിശ്വാസങ്ങൾ, കണ്ണുനീരുകൾ എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് നീതിയും ന്യായവും നടത്തിത്തരുവാൻ ആരുമില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് വേദനിക്കുന്ന ഹൃദയമേ, നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു അത്യുന്നതൻ നിങ്ങളെയും നിങ്ങളെ പീഡിപ്പിക്കുന്നവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മറക്കരുത്. തക്ക സമയത്ത് ദൈവം പ്രവർത്തിച്ചിരിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇസ്രയേലിയനായ നാബോത്തിനെ കാണുവാൻ കഴിയും. നാബോത്തിന് ഇസ്രയേൽ രാജാവായ ആഹാബിന്റെ അരമനയ്ക്ക് സമീപം ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ദുഷ്ടനായ രാജാവിന് ആ മുന്തിരിത്തോട്ടം തനിക്ക് ചീരത്തോട്ടമാക്കുവാനായി ആവശ്യപ്പെട്ടു. പിതാക്കന്മാരുടെ അവകാശം വിട്ടുകൊടുക്കുവാൻ താല്പര്യമില്ലാത്ത നാബോത്തിനെ ആഹാബിന്റെ ഭാര്യയായിരുന്ന ദുഷ്ടസ്ത്രീയായിരുന്ന ഇസബേലിന്റെ ആലോചന പ്രകാരം നീചന്മാരായ 2 ആളുകളെ വരുത്തി നാബോത്തിന് വിരോധമായി സാക്ഷ്യം പറയിച്ച് ന്യായവും നീതിയും ലഭിക്കാതെ കല്ലേറുകൊണ്ട് മരിച്ചു. പിന്നീട് സംഭവിച്ചത്, ദുഷ്ടനായ ആഹാബ് യുദ്ധത്തിൽ മരണപ്പെട്ടു. ഇസബേലിന് സംഭവിച്ചത് 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. കിളിവാതിലിൽ കൂടി നോക്കിക്കൊണ്ടിരുന്ന ഇസബേലിനെ ഷണ്ണന്മാർ താഴേക്ക് തള്ളിയിട്ടു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അവളെ ചവിട്ടി മെതിച്ചു കളഞ്ഞു. അവളുടെ മാംസം നായ്ക്കൾ തിന്നുകളഞ്ഞു. പ്രിയമുള്ളവരെ, നീതിയും ന്യായവും ലഭിക്കുന്നില്ല എങ്കിൽ നീതിമാനായ ദൈവത്തോട് നിലവിളിക്കുക. ഉന്നതന് മീതെ ജാഗരിക്കുന്ന അത്യുന്നതനായ ദൈവം നമുക്ക് സഹായമായിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, നീതിയും ന്യായവും നടത്തിത്തരുവാൻ അത്യുന്നതനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയിൽ ആശ്രയിച്ച് ഭയപ്പെടാതെ ജീവിപ്പാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത
സൂക്ഷിക്കുന്നു താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും.